എഡ്യൂകസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. PSCയുടെ പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ചോദ്യങ്ങളിലേക്ക് കടക്കാം. സൗരയൂഥത്തിലെ ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം. സൗരയൂഥത്തിലെ ഏറ്റവും ചൂട് കൂടിയ ഗ്രഹമാണ് ശുക്രൻ. ശുക്രനാണ് സൗരയൂഥത്തിലെ ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം. ജാതിനാശനം നവയുഗധർമ്മം എന്ന ആപ്തവാക്യവുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ്. ജാതിനാശനം നവയുഗധർമ്മം എന്ന ആപ്തവാക്യവുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവാണ് സ്വാമി ആനന്ദതീർത്ഥൻ. ജാതിനാശനം നവയുഗധർമ്മം എന്ന ആപ്തവാക്യവുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവാണ് സ്വാമി ആനന്ദതീർത്ഥൻ. ജാതിനാശിനി സഭയുടെ ആദ്യ പ്രസിഡന്റ്. ജാതിനാശിനി സഭയുടെ ആദ്യ പ്രസിഡന്റ് കെ കേളപ്പൻ. കെ കേളപ്പനായിരുന്നു ജാതിനാശിനി സഭയുടെ ആദ്യ പ്രസിഡന്റ്. ജാതിനാശിനി സഭയുടെ ആദ്യ സെക്രട്ടറി. ജാതിനാശിനി സഭയുടെ ആദ്യ സെക്രട്ടറി ആയിരുന്നത് സ്വാമി ആനന്ദതീർത്ഥൻ. സ്വാമി ആനന്ദതീർത്ഥനായിരുന്നു ജാതിനാശിനി സഭയുടെ ആദ്യ സെക്രട്ടറി. ജാതിനാശിനി സഭയുടെ സ്ഥാപകൻ. ജാതിനാശിനി സഭയുടെ സ്ഥാപകൻ സ്വാമി ആനന്ദതീർത്ഥൻ. സ്വാമി ആനന്ദതീർത്ഥനാണ് ജാതിനാശിനി സഭയുടെ സ്ഥാപകൻ. ജാതി വിവേചനത്തിനെതിരെ പാലക്കാട് നിന്ന് സബർമതി ആശ്രമത്തിലേക്ക് പദയാത്ര നടത്തിയത്. ജാതി വിവേചനത്തിനെതിരെ പാലക്കാട് നിന്ന് സബർമതി ആശ്രമത്തിലേക്ക് പദയാത്ര നടത്തിയത് സ്വാമി ആനന്ദതീർത്ഥൻ. സ്വാമി ആനന്ദതീർത്ഥനാണ് ജാതി വിവേചനത്തിനെതിരെ പാലക്കാട് നിന്ന് സബർമതി ആശ്രമത്തിലേക്ക് പദയാത്ര നടത്തിയത്. ഞാൻ ഒരു പുതിയ ലോകം കണ്ടു എന്ന പുസ്തകം രചിച്ചത്. ഞാൻ ഒരു പുതിയ ലോകം കണ്ടു എന്ന പുസ്തകം രചിച്ചത് AK ഗോപാലൻ. AK ഗോപാലൻ്റെ രചനയാണ് ഞാൻ ഒരു പുതിയ ലോകം കണ്ടു എന്ന പുസ്തകം. നെടുമങ്ങാട് ചന്ത കലാപത്തിന് നേതൃത്വം നൽകിയത്. നെടുമങ്ങാട് ചന്ത കലാപത്തിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളി. അയ്യങ്കാളിയായിരുന്നു നെടുമങ്ങാട് ചന്ത കലാപത്തിന് നേതൃത്വം നൽകിയത്. ബൊഹീമിയൻ ചിത്രങ്ങൾ ആരുടെ രചനയാണ്? ബൊഹീമിയൻ ചിത്രങ്ങൾ ആരുടെ രചനയാണ്? SK പൊറ്റക്കാട്ട്. SK പൊറ്റക്കാട്ടിൻ്റെ രചനയാണ് ബൊഹീമിയൻ ചിത്രങ്ങൾ. കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾക്ക് വാഗ്ഭടാനന്ദൻ എന്ന പേര് നൽകിയത് ആരാണ്? കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾക്ക് വാഗ്ഭടാനന്ദൻ എന്ന പേര് നൽകിയത് ആലത്തൂർ ശിവയോഗി. ആലത്തൂർ ശിവയോഗിയായിരുന്നു കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾക്ക് വാഗ്ഭടാനന്ദൻ എന്ന പേര് നൽകിയത്. കൊടുങ്കാറ്റിൻ്റെ മാറ്റൊലി എന്ന പുസ്തകം രചിച്ചത്. കൊടുങ്കാറ്റിൻ്റെ മാറ്റൊലി എന്ന പുസ്തകം രചിച്ചത് AK ഗോപാലൻ. AK ഗോപാലൻ്റെ രചനയാണ് കൊടുങ്കാറ്റിൻ്റെ മാറ്റൊലി എന്ന പുസ്തകം. ആരുടെ ആത്മകഥയാണ് എൻ്റെ നാടുകടത്തൽ? ആരുടെ ആത്മകഥയാണ് എൻ്റെ നാടുകടത്തൽ? സ്വദേശാഭിമാനി K രാമകൃഷ്ണപിള്ള. സ്വദേശാഭിമാനി K രാമകൃഷ്ണപിള്ളയുടെ ആത്മകഥയുടെ പേരാണ് എൻ്റെ നാടുകടത്തൽ. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നത്. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നത് മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭനായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നത്. ആരുടെ ജന്മദിനമാണ് കേരള സർക്കാർ ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നത്? ആരുടെ ജന്മദിനമാണ് ഓഗസ്റ്റ് 25-ന് കേരള സർക്കാർ ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നത്? ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനമാണ് ഓഗസ്റ്റ് 25. അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് കേരള സർക്കാർ ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നത്. കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തിൻ്റെ പിതാവ്. കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തിൻ്റെ പിതാവാണ് വക്കം മൗലവി. വക്കം മൗലവിയാണ് കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തിൻ്റെ പിതാവ്. ഷീ ടാക്സി പദ്ധതി ആരംഭിച്ച വർഷം.
ഷീ ടാക്സി പദ്ധതി ആരംഭിച്ച വർഷം 2013. 2013 ഷീ ടാക്സി പദ്ധതി ആരംഭിച്ചത്. ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷമിട്ടത്. ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷമിട്ടത് ബെൻ കിങ്സ്ലി. ബെൻ കിങ്സ്ലിയാണ് ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷമിട്ടത്. ട്രാൻസ്ഫോമറിൻ്റെ പ്രവർത്തന തത്വം. ട്രാൻസ്ഫോർമറിൻ്റെ പ്രവർത്തന തത്വമാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന പ്രവർത്തന തത്വത്തിലാണ് ട്രാൻസ്ഫോർമർ പ്രവർത്തിക്കുന്നത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ബലമുള്ള പേശി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ബലമുള്ള പേശിയാണ് യൂട്ടറസ് മാക്സിമസ്. യൂട്ടറസ് മാക്സിമസ് എന്ന പേശിയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ബലമുള്ള പേശി. ഒരു സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഒരു സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് അമ്മീറ്റർ. അമ്മീറ്റർ എന്ന ഉപകരണമാണ് ഒരു സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹം അളക്കാൻ ഉപയോഗിക്കുന്നത്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവ്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവിനെ പറയുന്നത് പിണ്ഡം. പിണ്ഡം എന്നാണ് ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവിനെ പറയുന്നത്. ഗോൾഡൻ ത്രഷോൾഡ് ആരുടെ രചനയാണ്? ഗോൾഡൻ ത്രഷോൾഡ് ആരുടെ രചനയാണ്? സരോജിനി നായിഡു. സരോജിനി നായിഡുവിൻ്റെ രചനയാണ് ഗോൾഡൻ ത്രഷോൾഡ്. ഡി എൻ എയുടെ പൂർണ്ണരൂപം. ഡി എൻ എയുടെ പൂർണ്ണരൂപം ഡിയോക്സിറൈബോ ന്യൂക്ലിക് ആസിഡ്. ഡിയോക്സിറൈബോ ന്യൂക്ലിക് ആസിഡ് എന്നതാണ് ഡി എൻ എയുടെ പൂർണ്ണരൂപം. തമിഴ് ദേശത്തിൻ്റെ ഒഡീസി എന്നറിയപ്പെടുന്നത്. തമിഴ് ദേശത്തിൻ്റെ ഒഡീസി എന്നറിയപ്പെടുന്നത് മണിമേഖല. മണിമേഖലയാണ് തമിഴ് ദേശത്തിൻ്റെ ഒഡീസി എന്നറിയപ്പെടുന്നത്. മാനവേദൻ എന്ന സാമൂതിരി രാജാവ് രൂപം നൽകിയ കലാരൂപം. മാനവേദൻ എന്ന സാമൂതിരി രാജാവ് രൂപം നൽകിയ കലാരൂപം കൃഷ്ണനാട്ടം. മാനവേദൻ എന്ന സാമൂതിരി രാജാവ് രൂപം നൽകിയ കലാരൂപമാണ് കൃഷ്ണനാട്ടം. ഗ്രാമ്പുവിന് മണവും എരിവും നൽകുന്ന രാസവസ്തു. ഗ്രാമ്പുവിന് മണവും എരിവും നൽകുന്ന രാസവസ്തു യൂജിനോൾ. യൂജിനോളാണ് ഗ്രാമ്പുവിന് മണവും എരിവും നൽകുന്ന രാസവസ്തു. ആരുടെ ബഹുമാനാർത്ഥം ന്യൂഡൽഹിയിൽ ആരംഭിച്ചതാണ് മിഷൻ ഓഫ് ലൈഫ് മ്യൂസിയം? ആരുടെ ബഹുമാനാർത്ഥം ന്യൂഡൽഹിയിൽ ആരംഭിച്ചതാണ് മിഷൻ ഓഫ് ലൈഫ് മ്യൂസിയം? എ പി ജെ അബ്ദുൽ കലാം. എ പി ജെ അബ്ദുൽ കലാമിനോടുള്ള ബഹുമാനാർത്ഥമാണ് ന്യൂഡൽഹിയിൽ മിഷൻ ഓഫ് ലൈഫ് മ്യൂസിയം ആരംഭിച്ചത്. തിരുവിതാംകൂറിൽ ശ്രീമതി എന്ന മാസിക ആരംഭിച്ചത്. തിരുവിതാംകൂറിൽ ശ്രീമതി എന്ന മാസിക ആരംഭിച്ചത് അന്ന ചാണ്ടി. അന്ന ചാണ്ടിയാണ് തിരുവിതാംകൂറിൽ ശ്രീമതി എന്ന മാസിക ആരംഭിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ സിദ്ധഗ്രാമം എന്ന ബഹുമതി നേടിയ ഗ്രാമം. ഇന്ത്യയിലെ ആദ്യത്തെ സിദ്ധഗ്രാമം എന്ന ബഹുമതി നേടിയ ഗ്രാമമാണ് ചന്ദിരൂർ. ആലപ്പുഴയിലെ ചന്ദിരൂരാണ് ഇന്ത്യയിലെ ആദ്യത്തെ സിദ്ധഗ്രാമം എന്ന ബഹുമതി നേടിയത്. ഇന്ത്യയിലെ ആദ്യത്തെ ചിത്രശലഭ സഫാരി പാർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ ചിത്രശലഭ സഫാരി പാർക്കാണ് തെന്മല. ഇന്ത്യയിലെ ആദ്യത്തെ ചിത്രശലഭ സഫാരി പാർക്ക് തെന്മല. കേരളത്തിൻ്റെ ഔദ്യോഗിക പാനീയം. കേരളത്തിൻ്റെ ഔദ്യോഗിക പാനീയമാണ് ഇളനീർ. ഇളനീറാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക പാനീയം. വിവരാവകാശ കമ്മീഷണർ പദവിയിലെത്തിയ ആദ്യ വനിത. വിവരാവകാശ കമ്മീഷണർ പദവിയിലെത്തിയ ആദ്യ വനിതയാണ് ദീപക് സന്ധു. ദീപക് സന്ധുവാണ് വിവരാവകാശ കമ്മീഷണർ പദവിയിലെത്തിയ ആദ്യ വനിത. കൊബാൾട്ട് അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ ഏത്? കൊബാൾട്ട് അടങ്ങിയിട്ടുള്ള വിറ്റാമിനാണ് വിറ്റാമിൻ B12. കൊബാൾട്ട് അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ B12. സൗരയൂഥത്തിൽ കൊടുങ്കാറ്റ് വീശാത്ത ഏക ഗ്രഹം. സൗരയൂഥത്തിൽ കൊടുങ്കാറ്റ് വീശാത്ത ഏക ഗ്രഹമാണ് ബുധൻ. ബുധനാണ് സൗരയൂഥത്തിൽ കൊടുങ്കാറ്റ് വീശാത്ത ഏക ഗ്രഹം.
സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കൃഷി വകുപ്പ് മന്ത്രി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കൃഷി വകുപ്പ് മന്ത്രിയായിരുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കൃഷി വകുപ്പ് മന്ത്രി. ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം. ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം 2005. 2005 ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെന്റ് പാസാക്കിയത്. കണ്യാർകളി എന്ന അനുഷ്ഠാന നൃത്തം പ്രചാരത്തിലുള്ള ജില്ല. കണ്യാർകളി എന്ന അനുഷ്ഠാന നൃത്തം പ്രചാരത്തിലുള്ള ജില്ല പാലക്കാട്. പാലക്കാട് ജില്ലയിലാണ് കണ്യാർകളി എന്ന അനുഷ്ഠാന നൃത്തം പ്രചാരത്തിലുള്ളത്. കരിമുണ്ട ഏതിനം കാർഷിക വിളയാണ്? കരിമുണ്ട എന്നത് ഏതിനം കാർഷിക വിളയാണ്? കുരുമുളക്. കരിമുണ്ട ഏതിനം കാർഷിക വിളയാണ്? കുരുമുളക്. ഏത് വാഹനത്തിലാണ് 1984 ഏപ്രിൽ 2 രാകേഷ് ശർമ്മ ബഹിരാകാശ യാത്ര നടത്തിയത്? ഏത് വാഹനത്തിലായിരുന്നു 1984 ഏപ്രിൽ 2 രാകേഷ് ശർമ്മ ബഹിരാകാശ യാത്ര നടത്തിയത്? സോയൂസ് T-11. സോയൂസ് T-11 എന്ന വാഹനത്തിലായിരുന്നു 1984 ഏപ്രിൽ 2 രാകേഷ് ശർമ്മ ബഹിരാകാശ യാത്ര നടത്തിയത്. ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയതാര്? മഹാദേവ് ദേശായി. മഹാദേവ് ദേശായിയാണ് ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. വസ്തുക്കളുടെ ഉപരിതലത്തിൽ തട്ടി പ്രകാശം അതേ മാധ്യമത്തിലേക്ക് തിരിച്ചു വരുന്ന പ്രതിഭാസം. വസ്തുക്കളുടെ ഉപരിതലത്തിൽ തട്ടി പ്രകാശം അതേ മാധ്യമത്തിലേക്ക് തിരിച്ചു വരുന്ന പ്രതിഭാസമാണ് പ്രതിഫലനം. പ്രതിഫലനമാണ് വസ്തുക്കളുടെ ഉപരിതലത്തിൽ തട്ടി പ്രകാശം അതേ മാധ്യമത്തിലേക്ക് തിരിച്ചു വരുന്ന പ്രതിഭാസം അറിയപ്പെടുന്നത്. ചതുപ്പ് വാതകം എന്നറിയപ്പെടുന്നത്. ചതുപ്പ് വാതകം എന്നറിയപ്പെടുന്നത് മീഥേൻ. മീഥേനാണ് ചതുപ്പ് വാതകം എന്നറിയപ്പെടുന്നത്. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണം. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണമാണ് രാഷ്ട്രമഹിള. രാഷ്ട്രമഹിളയാണ് ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണം. ജിപ്സം, ഫ്ലൂർസ്പാർ എന്നിവ എന്തിൻ്റെ അയിരാണ്? ജിപ്സം, ഫ്ലൂർസ്പാർ എന്നിവ എന്തിൻ്റെ അയിരാണ്? കാൽസ്യം. കാൽസ്യത്തിൻ്റെ അയിരാണ് ജിപ്സം, ഫ്ലൂർസ്പാർ എന്നിവ. സംഗീതത്തിന് നൽകുന്ന സമഗ്ര സംഭാവനകളെ അടിസ്ഥാനമാക്കി കേരള സർക്കാർ നൽകുന്ന അവാർഡ്. സംഗീതത്തിന് നൽകുന്ന സമഗ്ര സംഭാവനകളെ അടിസ്ഥാനമാക്കി കേരള സർക്കാർ നൽകുന്ന അവാർഡാണ് സ്വാതി പുരസ്കാരം. സ്വാതി പുരസ്കാരമാണ് സംഗീതത്തിന് നൽകുന്ന സമഗ്ര സംഭാവനകളെ അടിസ്ഥാനമാക്കി കേരള സർക്കാർ നൽകുന്ന അവാർഡ്. മൈസൂർ കടുവ എന്നറിയപ്പെടുന്നത്. മൈസൂർ കടുവ എന്നറിയപ്പെടുന്നത് ടിപ്പു സുൽത്താൻ. ടിപ്പു സുൽത്താനാണ് മൈസൂർ കടുവ എന്നറിയപ്പെടുന്നത്. ഖിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപം. ഖിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപം മലബാർ കലാപം. മാപ്പിള ലഹള എന്നും അറിയപ്പെടുന്ന മലബാർ കലാപമാണ് ഖിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപം. ലോക സമാധാന ദിനം. ലോക സമാധാന ദിനം എന്നാണ് സെപ്റ്റംബർ 21. സെപ്റ്റംബർ 21 ലോക സമാധാന ദിനം. ഇന്ത്യയുടെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം. ഇന്ത്യയുടെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശമാണ് ലഡാക്ക്. ലഡാക്കാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം. 1944 ഗാന്ധിയൻ പ്ലാൻ ആവിഷ്കരിച്ച വ്യക്തി. 1944 ഗാന്ധിയൻ പ്ലാൻ ആവിഷ്കരിച്ച വ്യക്തി SN അഗർവാൾ. SN അഗർവാൾ ആണ് 1944 ഗാന്ധിയൻ പ്ലാൻ ആവിഷ്കരിച്ച വ്യക്തി. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്ന പഞ്ചവത്സര പദ്ധതി. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്ന പഞ്ചവത്സര പദ്ധതി 10ാം പഞ്ചവത്സര പദ്ധതി.
10ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്നത്. ഒന്നിൽ കൂടുതൽ ലെൻസുകൾ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പുകളെ പറയുന്ന പേര്. ഒന്നിൽ കൂടുതൽ ലെൻസുകൾ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പുകളെ പറയുന്ന പേരാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പുകൾ. ഒന്നിൽ കൂടുതൽ ലെൻസുകൾ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പുകളെ വിളിക്കുന്ന പേരാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പുകൾ. കോളറ പരത്തുന്ന ബാക്ടീരിയയുടെ പേര്. കോളറ പരത്തുന്ന ബാക്ടീരിയയുടെ പേര് വിബ്രിയോ കോളറെ. വിബ്രിയോ കോളറെ എന്ന ബാക്ടീരിയയാണ് കോളറ പരത്തുന്ന ബാക്ടീരിയ. ക്ഷയം, കുഷ്ഠം, ടെറ്റനസ്, എയ്ഡ്സ് എന്നിവയിൽ ബാക്ടീരിയ പരത്തുന്ന രോഗം അല്ലാത്തതേത്? ക്ഷയം, കുഷ്ഠം, ടെറ്റനസ്, എയ്ഡ്സ് എന്നിവയിൽ ബാക്ടീരിയ പരത്തുന്ന രോഗം അല്ലാത്തത് എയ്ഡ്സ്. എയ്ഡ്സ് ആണ് തന്നിരിക്കുന്നവയിൽ ബാക്ടീരിയ പരത്തുന്ന രോഗമല്ലാത്തത്. എയ്ഡ്സ് ഒരു വൈറസ് രോഗമാണ്. ലോക എയ്ഡ്സ് ദിനം എന്നാണ്. ലോക എയ്ഡ്സ് ദിനം എന്നാണ് ഡിസംബർ 1. ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനം. ഏത് വിഭാഗത്തിലുള്ള സൂക്ഷ്മാണുവാണ് മലമ്പനിക്ക് കാരണമാകുന്നത്? ഏത് വിഭാഗത്തിലുള്ള സൂക്ഷ്മാണുവാണ് മലമ്പനിക്ക് കാരണമാകുന്നത്? പ്രോട്ടോസോവ. പ്രോട്ടോസോവ വിഭാഗത്തിലുള്ള സൂക്ഷ്മാണുവാണ് മലമ്പനിക്ക് കാരണമാകുന്നത്. മലേറിയ പരത്തുന്ന രോഗാണു. മലേറിയ പരത്തുന്ന രോഗാണുവാണ് പ്ലാസ്മോഡിയം. പ്ലാസ്മോഡിയം എന്ന രോഗാണുവാണ് മലേറിയ പരത്തുന്നത്. എലിഫന്റിയാസിസ് എന്നറിയപ്പെടുന്ന രോഗം ഏത്? എലിഫന്റിയാസിസ് എന്നറിയപ്പെടുന്ന രോഗം മന്ത്. മന്താണ് എലിഫന്റിയാസിസ് എന്നറിയപ്പെടുന്ന രോഗം. ഫൈലേറിയൽ വിര മൂലമുണ്ടാകുന്ന രോഗമേത്? ഫൈലേറിയൽ വിര മൂലമുണ്ടാകുന്ന രോഗം മന്ത്. മന്താണ് ഫൈലേറിയൽ വിര മൂലമുണ്ടാകുന്ന രോഗം. നവജാത ശിശുവിൻ്റെ ഹൃദയസ്പന്ദന നിരക്ക്. നവജാത ശിശുവിൻ്റെ ഹൃദയസ്പന്ദന നിരക്ക് മിനിറ്റിൽ 130 തവണ. മിനിറ്റിൽ 130 തവണയാണ് നവജാത ശിശുവിൻ്റെ ഹൃദയസ്പന്ദന നിരക്ക്. ഊരാളുങ്കൽ ഐക്യനാണയ സംഘം എന്ന കാർഷിക ബാങ്ക് സ്ഥാപിച്ചത്. ഊരാളുങ്കൽ ഐക്യനാണയ സംഘം എന്ന കാർഷിക ബാങ്ക് സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദനായിരുന്നു ഊരാളുങ്കൽ ഐക്യനാണയ സംഘം എന്ന കാർഷിക ബാങ്ക് സ്ഥാപിച്ചത്. ഏത് കേസിലാണ് ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്ന് കോടതി വിധിച്ചത്? ഏത് കേസിലാണ് ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് കോടതി വിധിച്ചത്? കേശവാനന്ദ ഭാരതി കേസ്. 1973 കേശവാനന്ദ ഭാരതി കേസിലായിരുന്നു ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്ന് കോടതി വിധിച്ചത്. 1917 റഷ്യൻ വിപ്ലവത്തിന് പിന്തുണ പ്രഖ്യാപിച്ച മലയാള പത്രം. 1917 റഷ്യൻ വിപ്ലവത്തിന് പിന്തുണ പ്രഖ്യാപിച്ച മലയാള പത്രം മിതവാദി. മിതവാദി എന്ന മലയാള പത്രമായിരുന്നു 1917 റഷ്യൻ വിപ്ലവത്തിന് പിന്തുണ പ്രഖ്യാപിച്ചത്. ജ്ഞാനയോഗം, രാജയോഗം എന്നീ പുസ്തകങ്ങൾ രചിച്ച സാമൂഹിക പരിഷ്കർത്താവ്. ജ്ഞാനയോഗം, രാജയോഗം എന്നീ പുസ്തകങ്ങൾ രചിച്ച സാമൂഹിക പരിഷ്കർത്താവ് സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദനാണ് ജ്ഞാനയോഗം, രാജയോഗം എന്നീ പുസ്തകങ്ങൾ രചിച്ച സാമൂഹിക പരിഷ്കർത്താവ്. കുട്ടൻകുളം സമരത്തിൻ്റെ നേതാവ്. കുട്ടൻകുളം സമരത്തിൻ്റെ നേതാവ് PK കുമാരൻ മാസ്റ്റർ. PK കുമാരൻ മാസ്റ്ററായിരുന്നു കുട്ടൻകുളം സമരത്തിൻ്റെ നേതാവ്. ഇന്ത്യയുടെ എംബ്രോയിഡറി തലസ്ഥാനം എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ എംബ്രോയിഡറി തലസ്ഥാനം എന്നറിയപ്പെടുന്നത് സൂറത്ത്. സൂറത്താണ് ഇന്ത്യയുടെ എംബ്രോയിഡറി തലസ്ഥാനം എന്നറിയപ്പെടുന്നത്. കേരളൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടത്. കേരളൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടത് സ്വദേശാഭിമാനി K രാമകൃഷ്ണപിള്ള. സ്വദേശാഭിമാനി K രാമകൃഷ്ണപിള്ളയാണ് കേരളൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടത്.
ഡോക്ടർ അംബേദ്കറുടെ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ പിൽക്കാലത്ത് ഏത് പേരാണ് സ്വീകരിച്ചത്? ഡോക്ടർ അംബേദ്കറുടെ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ പിൽക്കാലത്ത് ഏത് പേര് സ്വീകരിച്ചു? റിപ്പബ്ലിക്കൻ പാർട്ടി. ഡോക്ടർ അംബേദ്കറുടെ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ പിൽക്കാലത്ത് റിപ്പബ്ലിക്കൻ പാർട്ടി എന്ന പേരാണ് സ്വീകരിച്ചത്. തമിഴ്നാട്ടിലെ വേദാരണ്യത്ത് സി രാജഗോപാലാചാര്യയോടൊപ്പം ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ്. തമിഴ്നാട്ടിലെ വേദാരണ്യത്ത് സി രാജഗോപാലാചാര്യയോടൊപ്പം ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് സ്വാമി ആനന്ദതീർത്ഥൻ. സ്വാമി ആനന്ദതീർത്ഥനാണ് തമിഴ്നാട്ടിലെ വേദാരണ്യത്ത് സി രാജഗോപാലാചാര്യയോടൊപ്പം ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ്. പൊട്ടാസ്യം മൂലകത്തിന് കെ എന്ന പ്രതീകം ലഭിച്ചത് ഏത് ലാറ്റിൻ വാക്കിൽ നിന്നാണ്? പൊട്ടാസ്യം എന്ന മൂലകത്തിന് കെ എന്ന പ്രതീകം ലഭിച്ചത് ഏത് ലാറ്റിൻ വാക്കിൽ നിന്നാണ്? കാലിയം. കാലിയം എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് പൊട്ടാസ്യം മൂലകത്തിന് കെ എന്ന പ്രതീകം ലഭിച്ചത്. സഹോദരൻ അയ്യപ്പൻ അന്തരിച്ച വർഷം. സഹോദരൻ അയ്യപ്പൻ അന്തരിച്ച വർഷം 1968. 1968 സഹോദരൻ അയ്യപ്പൻ അന്തരിച്ചത്. സഹോദരൻ അയ്യപ്പൻ എന്ന ജീവചരിത്രം രചിച്ചത്. സഹോദരൻ അയ്യപ്പൻ എന്ന ജീവചരിത്രം രചിച്ചത് എം കെ സാനു. എം കെ സാനുവാണ് സഹോദരൻ അയ്യപ്പൻ എന്ന ജീവചരിത്രം രചിച്ചത്. സ്വാമി ആനന്ദതീർത്ഥൻ എവിടെയാണ് ജാതിനാശിനി സഭ സ്ഥാപിച്ചത്? സ്വാമി ആനന്ദതീർത്ഥൻ എവിടെയാണ് ജാതിനാശിനി സഭ സ്ഥാപിച്ചത്? കണ്ണൂർ. കണ്ണൂരിലായിരുന്നു സ്വാമി ആനന്ദതീർത്ഥൻ ജാതിനാശിനി സഭ സ്ഥാപിച്ചത്. മാനസചാബല്യം ആരുടെ കൃതിയാണ്? മാനസചാബല്യം ആരുടെ കൃതിയാണ്? വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദൻ്റെ കൃതിയാണ് മാനസചാബല്യം. മാപ്പിള കലാപവുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാർ കളക്ടർ. മാപ്പിള കലാപവുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാർ കളക്ടർ എച്ച് വി കൊനോലി. എച്ച് വി കൊനോലിയാണ് മാപ്പിള കലാപവുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാർ കളക്ടർ. മുനിചര്യ പഞ്ചകത്തിൻ്റെ കർത്താവ്. മുനിചര്യ പഞ്ചകത്തിൻ്റെ കർത്താവ് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവാണ് മുനിചര്യ പഞ്ചകത്തിൻ്റെ കർത്താവ്. സ്വാമി ആനന്ദതീർത്ഥൻ ജനിച്ച സ്ഥലം. സ്വാമി ആനന്ദതീർത്ഥൻ ജനിച്ച സ്ഥലം തലശ്ശേരി. തലശ്ശേരിയിലാണ് സ്വാമി ആനന്ദതീർത്ഥൻ ജനിച്ചത്. സ്വാമി ആനന്ദതീർത്ഥൻ്റെ യഥാർത്ഥ പേര്. സ്വാമി ആനന്ദതീർത്ഥൻ്റെ യഥാർത്ഥ പേര് ആനന്ദഷേണായി. ആനന്ദഷേണായി എന്നതാണ് സ്വാമി ആനന്ദതീർത്ഥൻ്റെ യഥാർത്ഥ പേര്. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആദ്യ പത്രാധിപർ. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആദ്യ പത്രാധിപരായിരുന്നത് സി പി ഗോവിന്ദപിള്ള. സി പി ഗോവിന്ദപിള്ളയാണ് സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആദ്യ പത്രാധിപർ. ഹരിജനങ്ങൾക്ക് വേണ്ടി ഗോപാലപുരത്ത് കോളനി സ്ഥാപിച്ചത്. ഹരിജനങ്ങൾക്ക് വേണ്ടി ഗോപാലപുരത്ത് കോളനി സ്ഥാപിച്ചത് കെ കേളപ്പൻ. കെ കേളപ്പനായിരുന്നു ഹരിജനങ്ങൾക്ക് വേണ്ടി ഗോപാലപുരത്ത് കോളനി സ്ഥാപിച്ചത്. മുണ്ടക്കയം ലഹളയ്ക്ക് നേതൃത്വം നൽകിയത്. മുണ്ടക്കയം ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് പൊയ്കയിൽ യോഹന്നാൻ. പൊയ്കയിൽ യോഹന്നാനായിരുന്നു മുണ്ടക്കയം ലഹളയ്ക്ക് നേതൃത്വം നൽകിയത്. മൂക്കുത്തി സമരവുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ്. മൂക്കുത്തി സമരവുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ. ആറാട്ടുപുഴ വേലായുധപ്പണിക്കറാണ് മൂക്കുത്തി സമരവുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ്. മൃത്യുഞ്ജയം എന്ന നാടകം രചിച്ച നവോത്ഥാന നായകൻ. മൃത്യുഞ്ജയം എന്ന നാടകം രചിച്ച നവോത്ഥാന നായകനാണ് കുമാരനാശാൻ. കുമാരനാശാനാണ് മൃത്യുഞ്ജയം എന്ന നാടകം രചിച്ച നവോത്ഥാന നായകൻ. എ കെ ഗോപാലൻ്റെ പട്ടിണി ജാഥയിൽ പങ്കെടുത്ത അനുയായികൾ. എ കെ ഗോപാലൻ്റെ പട്ടിണി ജാഥയിൽ പങ്കെടുത്ത അനുയായികൾ എത്രയായിരുന്നു? 32. 32 അനുയായികളായിരുന്നു എ കെ ഗോപാലൻ്റെ പട്ടിണി ജാഥയിൽ പങ്കെടുത്തത്.
ചട്ടമ്പി സ്വാമികളുടെ വേർപാടിൻ്റെ വേളയിൽ പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതി. ചട്ടമ്പി സ്വാമികളുടെ വേർപാടിൻ്റെ വേളയിൽ പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതി സമാധി സപ്താഹം. സമാധി സപ്താഹം എന്ന കൃതിയായിരുന്നു ചട്ടമ്പി സ്വാമികളുടെ വേർപാടിൻ്റെ വേളയിൽ പണ്ഡിറ്റ് കറുപ്പൻ രചിച്ചത്. അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാനൊരു കൊതുകാണ്. അതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ആരെ ഉദ്ദേശിച്ചാണ് ചട്ടമ്പി സ്വാമികൾ ഇപ്രകാരം പറഞ്ഞത്? അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാനൊരു കൊതുകാണ്. അതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ആരെ ഉദ്ദേശിച്ചാണ് ചട്ടമ്പി സ്വാമികൾ ഇപ്രകാരം പറഞ്ഞത്? സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദനെക്കുറിച്ച് ചട്ടമ്പി സ്വാമികൾ പറഞ്ഞ വാക്കുകളാണ് അദ്ദേഹം ഒരു ഗരുഡൻ ആണെങ്കിൽ ഞാനൊരു കൊതുകാണ്, അതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്നത്. രംഗസ്വാമി കപ്പ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? രംഗസ്വാമി കപ്പ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഹോക്കി. ഹോക്കിയുമായി ബന്ധപ്പെട്ടതാണ് രംഗസ്വാമി കപ്പ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം 1600. 1600കളിലായിരുന്നു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത്. അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളി. അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളി ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയർ ആണ് അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളി. മലബാറിൽ എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം അനുവദിച്ച വർഷം. മലബാറിൽ എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം അനുവദിച്ച വർഷം 1947. 1947 മലബാറിൽ എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം അനുവദിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപവത്കൃതമായ വർഷം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപവത്കൃതമായ വർഷം 1885. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപവത്കൃതമായത്. ഇന്ത്യയിൽ റെയിൽവേ കൊണ്ടുവന്ന ഗവർണർ ജനറൽ. ഇന്ത്യയിൽ റെയിൽവേ കൊണ്ടുവന്ന ഗവർണർ ജനറലാണ് ഡൽഹൌസി. ഡൽഹൌസിയാണ് ഇന്ത്യയിൽ റെയിൽവേ കൊണ്ടുവന്ന ഗവർണർ ജനറൽ. ഹരിജൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത്. ഹരിജൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയായിരുന്നു ഹരിജൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത്. സ്പിന്നിംഗ് ജെന്നി കണ്ടുപിടിച്ചത്. സ്പിന്നിംഗ് ജെന്നി കണ്ടുപിടിച്ചത് ഹർഗ്രീവ്സ്. ഹർഗ്രീവ്സ് ആണ് സ്പിന്നിംഗ് ജെന്നി കണ്ടുപിടിച്ചത്. കോളറയ്ക്ക് കാരണമായ അണു. കോളറയ്ക്ക് കാരണമായ അണു ബാക്ടീരിയ. ബാക്ടീരിയയാണ് കോളറയ്ക്ക് കാരണമായ അണു. ഡിസ്കവറി ഓഫ് ഇന്ത്യ രചിച്ചത്. ഡിസ്കവറി ഓഫ് ഇന്ത്യ രചിച്ചത് ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആണ് ഡിസ്കവറി ഓഫ് ഇന്ത്യ രചിച്ചത്. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വസ്തു. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വസ്തു ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിനാണ് രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വസ്തു. ഒരു ഗ്രോസ് എത്ര എണ്ണം? ഒരു ഗ്രോസ് എത്ര എണ്ണമാണ്? 144. ഒരു ഗ്രോസ് എന്നത് 144 എണ്ണമാണ്. കേരള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ടെലിവിഷൻ ചാനൽ. കേരള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ടെലിവിഷൻ ചാനലാണ് വിക്ടേഴ്സ്. വിക്ടേഴ്സ് ആണ് കേരള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ടെലിവിഷൻ ചാനൽ. ബുദ്ധൻ ജനിച്ച സ്ഥലം. ബുദ്ധൻ ജനിച്ചത് ലുംബിനി. ലുംബിനിയിലാണ് ബുദ്ധൻ ജനിച്ചത്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.